അല്ല, അന്നവർ ശരിക്ക് ഭയപ്പെട്ടിരുന്നു അതിന്. പിന്നെ പതുക്കെ പതുക്കെ അവരതിനെ കവറപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള സമാന്തര സംഘടനകൾ കൊണ്ട് കോൺഗ്രസ്സുകാർ ആദിവാസി കോൺഗ്രസ് ഉണ്ടാക്കി. ഗോത്രമഹാസഭ ആ നിരക്ക് ഇപ്പം ഒരു ആക്റ്റീവായ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പറയാൻ പറ്റില്ല. പേരിന് മാത്രമുണ്ട്, ആളുകളൊക്കെ എവിടെയും പോയിട്ടില്ല. ഒന്ന് ഈ വലിയ തോതിലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഭൂസമരത്തിന് വരാൻ തയ്യാറായിരുന്നു. തിരുവനന്തപുരം സൈഡിലൊരു സമരത്തിന് പ്ലാനുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഭൂസമര കേന്ദ്രം നമ്മൾ ഓപ്പൺ ചെയ്താൽ 10,000-50,000 പേരൊക്കെ വരും എന്ന് നമുക്കറിയാമായിരുന്നു. 1000-ഓളം കുടുംബങ്ങൾ എന്നാണ് ഇപ്പോൾ, 1000-ഓളം ആളുകളല്ല, 1000-ഓളം കുടുംബങ്ങൾക്ക് അറ്റ് എ ടൈം താമസിച്ച് ജീവിക്കാൻ പറ്റുന്ന 3 മലകൾ, 3 പ്രദേശങ്ങൾ അവരതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. അപ്പോൾ അതിനങ്ങനൊരു നമ്മളിപ്പോൾ ഒരു നിയമാനുസൃതമുള്ള ട്രൈബൽ ഓട്ടോണമി, പെസാ നിയമം എന്നൊക്കെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ചില സാധനങ്ങളാണ്. അവരെ അത് പഠിപ്പിച്ചെടുക്കുകയുള്ളൂ. 17-നോടൊരു തീവെപ്പുണ്ടായി. കാട്ടുതീ എന്നുള്ള പേരിലാണ് വന്നെങ്കിലും അത് വനം വകുപ്പിൻ്റെ അറിവോടുകൂടി നടത്തുന്ന ഒരു അഗ്നിബാധയായിട്ടാണ് നമുക്ക് പിന്നെ മനസ്സിലായത്. ആ സെക്രട്ടറി പിടിക്കലുള്ള സമരത്തിൻ്റെ അതിൻ്റെ ആ പീരീഡിലാണ് അത് എമർജ് ചെയ്യുന്നത്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ റാലിയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. 10,000 പേരെ കൊടുത്ത റാലിയാണ്. ആ റാലിയുടെ അന്ത്യത്തിലുള്ള ആണ് ഈ ഗോത്രമഹാസഭ എന്ന് പറയുന്ന സാധനം പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെയാണത്. 2021 ഒക്ടോബർ 8-നാണ് അതിൻ്റെ ഓർമ്മ. പിന്നീട് അതിൻ്റെ പ്രഖ്യാപനം അവിടെ വെച്ച് നടത്തിയും കുടിയേറ്റ സമരമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഇടുക്കിയിലുള്ള ഒരു 3 ദിവസത്തെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഗോത്രമഹാസഭ ഔപചാരികമായിട്ടുണ്ടാകുന്നത്. ഇപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഒരു ഔപചാരികമായ രീതിയിൽ നടക്കുന്നില്ല. അതിൻ്റെ അഭ്യുതാംക്ഷികളും അതിൻ്റെ സപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ എല്ലാ ജില്ലകളിലുണ്ട്. പക്ഷേ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു രീതി അതിനിപ്പം നിലവിലില്ല. പ്രത്യേകിച്ച് ജാനുവിൻ്റെയും കൂടി ഈ പോക്ക് പോയതോടുകൂടി അതിനെ അങ്ങനെ ബാധിച്ചിട്ടുണ്ട്. അല്ല, അന്നവർ ശരിക്ക് ഭയപ്പെട്ടിരുന്നു അതിന്. പിന്നെ പതുക്കെ പതുക്കെ അവരതിനെ കവറപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള സമാന്തര സംഘടനകൾ കൊണ്ട് കോൺഗ്രസ്സുകാർ ആദിവാസി കോൺഗ്രസ് ഉണ്ടാക്കി. പിന്നെ ഗോത്രമഹാസഭ ഇടക്കാലത്തൊരു ഒറ്റപ്പെടലൊക്കെ ഉണ്ടായ സമയത്ത് രാഷ്ട്രീയമായൊരു പ്ലാറ്റ്ഫോം വേണമെന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ രാഷ്ട്രീയ മഹാസഭ എന്ന് പറയുന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി. ലോക്സഭ നിയമസഭ മത്സരിച്ചു. അപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലും വീണ്ടും നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എത്തിയൊരു അനുഭവം. പിന്നീട് അങ്ങനെ പ്രവർത്തന പരിചയമുള്ള കാഡേഴ്സിൻ്റെയൊക്കെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് അത് മുന്നോട്ട് പോകില്ല എന്നുകൊണ്ട് അത് ഫ്രീസ് ചെയ്തു. അങ്ങനെയായിരുന്നു അത്. മൊത്തങ്ങാനന്തര പശ്ചാത്തലത്തിൽ
ഈ കുറച്ചുകൂടി ഈ കേസുകളൊക്കെ മറികടക്കാനും ആദിവാസികളുടെ ഇടയിലൊക്കെ തന്നെ കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേറ്ററി കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഗോത്രമഹാസഭ ആ നിലക്ക് ഇപ്പം ഒരു ആക്റ്റീവായ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പറയാൻ പറ്റില്ല. പേരിന് മാത്രമുണ്ട്, ആളുകളൊക്കെ എവിടെയും പോയിട്ടില്ല. ആൾക്കാരൊക്കെ അന്നത്തെ ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ സ്ട്രോങ് ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ ജാനുവിൻ്റെ ഈ പോക്ക് അതിനെ ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ വലിയ തോതിലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഭൂസമരത്തിന് വരാൻ തയ്യാറായിരുന്നു. അപ്പം ആ ടൈമിന് കണ്ണൂർ ആർല ഫാമിൽ വലിയ സമരം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സൈഡിലൊരു സമരത്തിന് പ്ലാനുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഭൂസമര കേന്ദ്രം നമ്മൾ ഓപ്പൺ ചെയ്താൽ ചുരുങ്ങിയത് 10,000 പേരൊക്കെ വരും എന്ന് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സർക്കാർ ഭൂമിയിൽ കുടിലിട്ട് താമസിച്ചാലൊന്നും ആളുകൾ തൃപ്തരായിരിക്കില്ല. അതാണ് ഒരു കാരണം. അതുകൊണ്ട് ഇത്രയധികം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിവിപുലമായിട്ടുള്ളൊരു പ്രദേശം എന്നുള്ള നിലയിലാണ് മുത്തങ്ങ ഏരിയ തിരഞ്ഞെടുക്കുന്നത്. അത് കാടല്ല, തുറസായ സ്ഥലമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ആളുകളുടെ ഒരു ജനവാസ മേഖലയായി മാറി. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഗ്രാമസഭ, ഊരുകൂട്ടങ്ങൾ, ഇതൊക്കെ തന്നെ സ്ഥാപിക്കപ്പെട്ടു. എന്തായാലും ആ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് ഇങ്ങനെ അവർക്ക് നിരവധി ആളുകൾക്ക്, ഏതാണ്ട് ഒരു 1000-ഓളം കുടുംബങ്ങൾ എന്നാണ് ഇപ്പോൾ, 1000-ഓളം ആളുകളല്ല, 1000-ഓളം കുടുംബങ്ങൾക്ക് അറ്റ് എ ടൈം താമസിച്ച് ജീവിക്കാൻ പറ്റുന്ന 3 മലകൾ, 3 പ്രദേശങ്ങൾ അവരതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. 3 ഗ്രാമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അമ്പൂത്തി, തകരപ്പാടി, പൊൻകുഴിയാണ് 3 മേഖലകൾ. അപ്പോൾ അവിടെ ഏതാണ്ട് 8000 ഏക്കറോളം തരിശുഭൂമി ഉണ്ടായിരുന്നു. അതായിരുന്നു അവിടെ പോകുന്നതിൻ്റെ ഒരു കാരണം. അതിൻ്റെ ഒരു വനഭൂമി എന്നുള്ള നിലയിൽ ഇതിൻ്റെ മറ്റ് ഇൻട്രിക്കസീസും നമ്മളങ്ങനെ ആലോചിച്ചിരുന്നില്ല. അതൊരു ഗ്രാമജീവിതം ബിൽഡപ്പ് ചെയ്യാന്നുള്ളതാണ്. ഒരു സമരമാണോ എന്ന് ചോദിച്ചാൽ സമരമാണ്. സർക്കാർ ഭൂമിയിൽ കൂടുതൽ താമസിക്കുന്നു. പക്ഷേ നമ്മുടേതായുള്ളൊരു വില്ലേജ് ലൈഫ് ഡെവലപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതേപോലെ 3 മലകളിൽ അവർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. അതിനെല്ലാം ഊരുകൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അവിടെ കാർഷികത്തിൽ ഏർപ്പെടുന്നു. അവരുടെ വിശ്വാസ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചു ഊരുകൂട്ടങ്ങളാക്കിയത് കൊണ്ട് അത്തരം കൂട്ടായ്മയിൽ അത് സിസ്റ്റമാറ്റിക്കായിട്ട് അവർ കൊണ്ടുപോയിരുന്നു. ഈ വളരെ എന്താ പറയേണ്ടത്, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കൺട്രോളില്ലാത്തൊരു മനുഷ്യക്കൂട്ടായിരുന്നില്ലത്. ഇവിടെ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഊരുകളിൽ നിന്നുള്ള 1-2 പ്രതിനിധികൾ വീതിയുള്ള മുത്തങ്ങയിലൊരു കൗൺസിൽ. അപ്പോൾ കൗൺസിൽ കൃത്യമായ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും അവർക്ക് ഗൈഡൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനൊരു നെറ്റ്വർക്കിലൂടെ അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർക്ക് വേണ്ടുന്ന അംഗൻവാടികൾ, പിന്നെ അരിയൊക്കെ വിതരണം ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ, അത്യാവശ്യം ഒരു ഗ്രാമജീവിതത്തിൽ അവർക്ക് വേണ്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അത് ഞങ്ങളുടെ ഭൂമിയാണിത്, ഞങ്ങളിവിടുന്ന് വിട്ടുപോകില്ല, ആർക്കും നമ്മൾ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇച്ഛാശക്തിയും സ്വയബോധ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണത് പിടിച്ചു എന്ന് പറയാൻ കാരണം. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പത്രക്കാരും ആളുകൾ പറഞ്ഞുണ്ടാക്കിയൊരു കഥയാണ് മാസ്റ്റർ ബ്രെയിൻ. അത് അവരുടെ കുറേ നാളായിട്ടുള്ള ഇങ്ങനെ സമരങ്ങളിലൂടെയൊക്കെ പോയി ആളുകളുടെ എല്ലാവർക്കും അങ്ങനെ ഒരു ഇച്ഛാശക്തിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എവിടെ കിട്ടിയാലും അവർ പോകുമായിരുന്നു. അപ്പം അന്നത്തെ ഒരു ജീവിതാവസ്ഥ അതുകൊണ്ടായിരുന്നിരിക്കണം. ഇന്നിപ്പം 45-50 വയസ്സൊക്കെയുള്ള ആളുകളൊക്കെ അന്ന് 20-25 വയസ്സുള്ള ചെറുക്കുള്ള യുവാക്കളാണ്. പക്ഷെ ഇവരെല്ലാം അത് പഴയ ഗ്രാമങ്ങളിൽ കല്യാണം കഴിച്ച് ചെറിയ കുടുംബമായവരോ, 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാതെ ഉണ്ടെന്ന ദുരവസ്ഥയിൽ നിന്ന് എവിടെ വേണമെങ്കിലും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യും. 1, 2 ചെയ്യാൻ പറ്റുള്ള ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെയാണത്. അപ്പോൾ അതിനങ്ങനൊരു നമ്മളിപ്പോൾ ഒരു നിയമാനുസൃതമുള്ള ട്രൈബൽ ഓട്ടോണമി, പെസാ നിയമം എന്നൊക്കെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ചില സാധനങ്ങളാണ്. അവരെ അത് പഠിപ്പിച്ചെടുക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ജാനുവാണ് അതിൻ്റെ ഒരു അർത്ഥത്തിൽ ഫിഗർ ഹെഡ് ചെയ്യുന്ന ഒരാൾ.
ഞാനതിൻ്റെ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമാണ് എൻ്റെ റോള്. അതിനോടൊരു തീവെപ്പുണ്ടായി. കാട്ടുതീ എന്നുള്ള പേരിലാണ് വന്നെങ്കിലും അത് വനം വകുപ്പിൻ്റെ അറിവോടുകൂടി നടത്തുന്ന ഒരു അഗ്നിബാധയായിട്ടാണ് നമുക്ക് പിന്നെ മനസ്സിലായത്. കാട്ടിൽ വെച്ച് തീയിട്ടവരൊക്കെ നമ്മൾ തടഞ്ഞു വെച്ചു. അങ്ങനെ അവരുടെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവരെ പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ പിറ്റേ ദിവസം മാത്രമാണ് ഇവരെ വിട്ടയച്ചുള്ളൂ. പോലീസ് വന്ന് ഞങ്ങളുടെ ആവശ്യം ഇവരുടെ പേരിൽ കേസെടുക്കണം എന്നുള്ളായിരുന്നു. ഞങ്ങളുടെ താമസ സ്ഥലത്ത് തീയിട്ടവരെന്നുള്ള കാര്യം അവരൊരു കുറ്റം ചെയ്തവരാണ്. പക്ഷെ ഞങ്ങളിവർ തടഞ്ഞു വെച്ചു എന്നുള്ള മട്ടിൽ കേസാക്കിയിട്ട് ആ കേസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നം നടന്നതോടുകൂടി നാട്ടുകാരും എല്ലാം തന്നെ ഭയങ്കര വയലൻ്റായി. ഇവർ എത്രയും ഇവിടുന്ന് ഇറക്കി വിടണം എന്നുള്ളതാണ്. അങ്ങനെ സർവത്ര രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും വനംവകുപ്പും എല്ലാം കൂടി ആദിവാസികൾക്കെതിരെ വലിയ ഉപരോധം തീർത്തത് വഴി ഹർത്താൽ മറ്റേത് ഇവരാരും പുറത്തു പോകാൻ സമ്മതിക്കില്ല, എല്ലാവരും ഇറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസം അവരെ വെടിവെച്ചിറക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കും. ഇതിൻ്റെ ചുരുക്കം 17, 18, 19 അത് ഭയങ്കര ഒരു 10-60 മണിക്കൂർ അവരെ സംബന്ധിച്ചൊരു ഭയാനകമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അവരിതിനെ ക്രഷ് ചെയ്യാന്നുള്ളതാണ്. അതിനെ തകർത്ത് തരിപ്പണാക്കാൻ അവർ നേരത്തെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഒരു ചർച്ചയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇവരോട് ആരോട് വെച്ചിട്ടൊരു കാട്ടിലേക്ക് കയറി അതിനെ അടിച്ചിറക്കുക, അല്ലെങ്കിൽ എന്ത് വില കൊടുത്തവർ തറക്കും. അതാണ് അവരുടെ ലൈൻ. അപ്പോൾ പിന്നെ അവർക്ക് ചർച്ചയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. അവർ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നെന്നും അത് അവർ വയലേറ്റ് ചെയ്യുന്നു, ഇവർക്ക് ഭൂമി കൊടുക്കാത്തതുകൊണ്ടാണെന്നും കൊടുക്കാൻ ലാൻഡ് ഉണ്ട് എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷേ ഇവരെ അങ്ങനെ തലപൊക്കാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ് അവരുടെ ലൈൻ എന്ന് വേണം മനസ്സിലാക്കാൻ. വെടിവെപ്പിലേക്ക് കലാശിക്കുകയല്ല, അവരവിടെ എവിക്ഷൻ നടപടിക്ക് വന്നത് മുതൽ വെടിവെപ്പാണ് അവിടെ. പെട്ടെന്നൊരു ഇതായിട്ടുണ്ടാകുന്ന ഒന്നല്ല. അതൊരു മീഡിയയിലൂടെയൊക്കെ എന്തോ ലാസ്റ്റ് മിനിറ്റ് വൻതോതിൽ വെടിവെച്ചു എന്നുള്ളത് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല. അവർ കാലത്ത് മുതൽ തന്നെ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്നു, ആളുകളുടെ ഷെഡുകളും വാസസ്ഥലവും തീയിടുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ റംപാൻ്റായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ക്രിമിനൽ തേർവാഴ്ച എന്ന് പറയാം. അങ്ങനെ ആയ സമയത്ത് ഇവർ പോലീസിൻ്റെ കുറച്ച് ആളുകളൊക്കെ തന്നെ കാട്ടിലകപ്പെട്ടു. അവരെ ആദിവാസികളുടെ ഷെഡിലവർ താമസിപ്പിച്ചു. അവർക്ക് പരിക്ക് പറ്റിയുണ്ട്. അപ്പം പിന്നെ ഇവരെയും ആദിവാസികളെയും ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിയ ആദിവാസികൾ. പക്ഷേ ഇവരെ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് നിഷ്ക്രിയം വഹിച്ചു. അങ്ങനെ ഇവരെ ബന്ദികളാക്കി എന്നുള്ളത് ചാർജ് ചെയ്തിട്ട് ഇവരെ മോചിപ്പിക്കുക എന്നുള്ളതിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കൊണ്ടുപോയി. അതൊരു കോൺസ്പിറസിയാണത്. അപ്പോൾ ചുരുക്കത്തിൽ തീവച്ച കേസിൽ നിന്ന് ആരംഭിച്ചിട്ട് അവസാനം ആദിവാസികളെ ഇവരെ ബന്ദിയാക്കി എന്നും പറഞ്ഞ് വെടിവെപ്പ് നടത്തുന്നു. അതാണ് എൻ്റെ ഒരു യുദ്ധം പോലെ ആയിരുന്നത്, ഏകപക്ഷീയമായ ഒരു യുദ്ധം. പിന്നെ അത് ബ്ലീഡ് ചെയ്ത് രക്തസ്രാവം കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. തലക്കോ കാലിനൊക്കെ ആയിട്ട് പുള്ളിക്ക് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദിവാസികളുടെ ക്യാമ്പിൽ പുള്ളി കിടത്തിയത് മുതലേ ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ക്ഷീണിതനാണ്, അയാൾ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് ആദിവാസികൾ പ്രശ്നമായിക്കൊണ്ടിരുന്നത്. അയാളെ മാത്രമല്ല പരിക്ക് പറ്റിയ മറ്റേ ആദിവാസികൾ. പക്ഷെ അതവരെ കൊണ്ടുപോകുന്നതിന് പകരം അവർ ഈ മോചിപ്പിക്കൽ എന്ന് പറയുന്നൊരു സ്ഥാനത്തിനാണ് നിന്നത്. സ്വാഭാവികമായിട്ടും ബ്ലഡ് വാർന്നു പോയി, അങ്ങനെയാണ് മരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും അവരതിനകത്തൊരു അനാസ്ഥയാണ് കാണിച്ചത്. അവർക്ക് ഇതിനൊരു പൊളിറ്റിക്കലി ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കളിയുടെ അപ്പാരറ്റസായിട്ട് പോലീസിനെ മാറ്റിയവർ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല അന്നും ഇന്നും. ഏറ്റവും പ്രധാനപ്പെട്ട ജോഗിയുടെ മരണം ഒരു അൺനാച്ചുറൽ ഡെത്തായിട്ടാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു FIR ഉണ്ട്, അസ്വാഭാവിക മരണം എന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഇവർ നടത്തിയിട്ടില്ല. അല്ല, അത് ഒരു സ്വാഭാവികമായിട്ടും ഒരു ദളിതനെയാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടേതുണ്ട് എന്നുള്ളത് അവർ ആദിവാസികൾക്കെതിരെ ജനവികാരം കത്തിക്കാനായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നു. അവർക്കിപ്പം പറഞ്ഞ പോലെ വിനോദ് കൊല്ലപ്പെട്ട് അവർക്കതിൽ നഷ്ടമൊന്നുമല്ല. പക്ഷേ ആ സംഭവത്തെ അവരിങ്ങനെയാണ് പിന്നീട് തിരിച്ചു വിട്ടത്.